എല്ലാവർക്കും നമസ്കാരം. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷനിൽ കിടക്കാം. സെഷന് മുമ്പേ തന്നെ നമ്മൾ നല്ലൊരു ഡിസ്കഷൻ നടത്തി, ഒരുപാട് ജീവിതങ്ങളിലെ കൂടെ കടന്നുപോയി, ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നുപോയി. സന്തോഷം. ചില വിഷയങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി, ഇത്രയേ വിഷയങ്ങളുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ചില അനുഭവങ്ങൾ കൂടി നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓരോ ആളുടെ അവരവരുടെ അനുഭവങ്ങളും ഇവിടെ പഠിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ മഹാ അനുഭവങ്ങളും അല്ലെങ്കിൽ മഹാ അനുഭൂതിയും ഒക്കെ നമുക്കൊന്ന് പരസ്പരം അറിയണം. നമ്മൾ അനുഭവിക്കുന്നതും നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അതിൽ നിന്നും അവർക്ക് ലഭിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ ചിലപ്പോൾ വാക്കുകൾ കൊണ്ട് പറ്റില്ല. എങ്കിലും നമുക്കത് എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു കാരുണ്യം പോലെ അല്ലെങ്കിൽ ദൈവിക കടാക്ഷം പോലെ നമ്മളിൽ ഉണ്ടാവുന്ന ചില കാര്യങ്ങളാണ്. നമ്മൾ കിട്ടിയ അറിവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് ഗുണകരമായി മാറുന്ന രീതിയിൽ ജീവിതം മാറ്റുന്നു എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവമായിരിക്കും. യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് എല്ലാവരും പറയാം, നിങ്ങൾ ഇവിടെ പറഞ്ഞത് അനുഭവിച്ചപ്പോൾ എന്ത് മാറ്റം നിങ്ങൾക്ക് ഉണ്ടായി എന്ന് താഴെ കമന്റായിട്ടൊന്ന് രേഖപ്പെടുത്തിക്കൊള്ളുക. അതുപോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതും കൂടി കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അങ്ങനെ നമുക്ക് ജീവിതത്തിലെ സമസ്ത മേഖലയിലും ഒരുപാട് ജീവിതങ്ങളെ മാറ്റാൻ നമുക്ക് കഴിയട്ടെ എന്നുള്ള, അതിനുള്ള എല്ലാ കരുത്തും കരുണയും ഒക്കെ സർവേശ്വരൻ അനുഗ്രഹീതമായി നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എപ്പോഴും ഉള്ളത്. ഇന്ന് ഞാൻ അതിനെപ്പറ്റി ഇങ്ങനെ കുറേ നേരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നിരുന്നു. അപ്പോൾ നമുക്ക് കേൾക്കാം. നമ്മൾ ഡോക്ടർ രാജലക്ഷ്മി അമ്മ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ പറയുന്നത്. രാജലക്ഷ്മി അമ്മ അൺമ്യൂട്ട് ചെയ്തോളൂ മാഡം. റെഡിയാണ്? അൺമ്യൂട്ടാണ്, സംസാരിച്ചാൽ മതി. അൺമ്യൂട്ടാണ്. അതായത് ഒരു ലേഡി അവരെ ഹസ്ബൻഡ് 3 മാസമായിട്ട് ഗൾഫിലാണ്, വിളിക്കുന്നില്ല, ബ്ലോക്ക് ആക്കി വെച്ചേക്ക, എല്ലാത്തിനും ബ്ലോക്ക് ആക്കി വെച്ചേക്ക. അവർക്ക് ആകെ സങ്കടം. അവരുടെ കയ്യില് അരി വാങ്ങിക്കാൻ പോലും പൈസ ഇല്ല, അത്രയും കഷ്ടത്തിലാണ് അവരിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന് നല്ല ജോലിയാണ്, നല്ല ജോലിയും നല്ല രീതിയിലുള്ള ആളാണ്. അപ്പൊ വന്ന് ചോദിച്ചു എന്താ ഞാൻ ചെയ്യണത്. അപ്പൊ അവർക്ക് എന്റെ ദക്ഷിണ തരാൻ പോലെ, എനിക്ക് ദക്ഷിണ തരണ്ട, ഞാൻ 2 കാര്യം പറഞ്ഞുതരാം, അത് ചെയ്യാവോന്ന് ചോദിച്ചു. ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാ. ആ ഉപ്പിന്റെ വെള്ളം പറഞ്ഞു, ഉപ്പ് വെള്ളത്തില് ആ 3 ദിവസം പേപ്പർ ഇടുന്ന കാര്യം പറഞ്ഞു. നമ്മള് അത് പറഞ്ഞു. പിന്നെ ഈ നമ്പർ കയ്യിൽ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ തന്നെ എഴുതി കൊടുത്തു അവരുടെ കയ്യില്, അവരുടെ ശുക്രതലത്തിൽ എഴുതി കൊടുത്തു. ഈ നമ്പർ എഴുതി കൊടുത്തിട്ട് ഗ്രീനിങ് കൊണ്ട് ഞാൻ അവർക്കറിയില്ല, അവർ എഴുതി കൊടുത്തു. എന്നിട്ട് മാഞ്ഞോട്ടെ ഇതൊന്നും കൂടി എഴുതിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ അവരിപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് തന്നെ വിളിച്ചിട്ട് പറയാ, ഹസ്ബൻഡ് വിളിച്ചു, എനിക്ക് 10,000 രൂപ അയച്ചു തന്നു, ഞാൻ ഹാപ്പിയാണ്, ഞാൻ മാഡത്തിന്റെ പൈസ ദക്ഷിണ അയച്ചു, ഞാൻ തൽക്കാലം ഇപ്പൊ തിരക്കണ്ട, സമാധാനത്തിൽ കടങ്ങളൊക്കെ വീട്ട് സാവധാനത്തിൽ ഇരിക്കുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. താങ്ക് യു സർ, താങ്ക് യു യൂണിവേഴ്സ്. വെരി ഗുഡ്. ആ സോൾട്ട് വാട്ടർ നമ്മൾ പറഞ്ഞ 817 ആ ഒരു ടെക്നിക്ക്, അതിന്റെ 2 വീഡിയോസ് നമ്മുടെ യൂട്യൂബിലുണ്ട്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം. ലൈഫില് താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. ലൈഫില് ഇതൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കുന്ന വളരെ ലളിതമായ ടെക്നിക്കുകളാണ്. എല്ലാവർക്കും അനുഗ്രഹീതമായി തന്നെ ലഭിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതുപോലെ നിങ്ങളൊക്കെ, എനിക്ക് എപ്പോഴും ഞാൻ പ്രൗഡ് ടു സേ, നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇതൊക്കെ കേട്ട് നമുക്ക് എവിടെ നിന്നൊക്കെയോ പകർന്നു കിട്ടുന്ന അറിവുകളാണ് ഞാനും ഇവിടെ പറയുന്നത്. ഞാൻ ഉണ്ടാക്കുന്നതൊന്നും അല്ലല്ലോ, കുറെയൊക്കെ ഞാൻ ചേർത്ത് വെക്കും. കാരണം വെച്ചാൽ ഞാനിതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കും, അപ്പൊ എനിക്ക് കിട്ടുന്ന റിസൾട്ടിനെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക്. അതേപോലെ നിങ്ങൾക്കും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുക, അവർക്കും റിസൾട്ട് ഉണ്ടാക്കുക, സ്വയവും റിസൾട്ട് എടുക്കുക. താങ്ക് യു മാം. അതുപോലെ മറ്റുള്ള ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇതുപോലെ അനുഭവങ്ങൾ പറയാൻ ആരെങ്കിലും ഉണ്ടോ? അനുഭവങ്ങൾ ഇപ്പൊ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ വലിയ കാര്യങ്ങൾ ഇല്ലാതെ സമയം നമുക്ക് ഇതായി കഴിഞ്ഞു. ഓക്കെ, ശരി. ആർക്കും സംസാരിക്കേണ്ട ഒന്ന് സംസാരിച്ചോളൂ, ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. യെസ്. നാളെയും മറ്റന്നാളും നമ്മുടെ 11/11 പോർട്ടൽ ഓപ്പണിംഗ് ഡേ ആണ്. 11/11 പോർട്ടൽ ഓപ്പണിംഗ് ഡേ. അതായത് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോന്നറിയില്ല. നമ്മുടെ ഏവരുടെ, ഇപ്പോ ലീലയോട് സംസാരിച്ച പോലെ, യഥാർത്ഥത്തിൽ നമ്മളുടെ കാര്യങ്ങൾക്കെല്ലാം യൂണിവേഴ്സ് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുന്നുണ്ട്. പല രൂപത്തിലും പല ഭാവത്തിലും പല രീതിയിലും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇപ്പൊ ഇരിക്കില്ല, എന്നെ കാണില്ല. ഇതൊക്കെ ഒരു അനുഗ്രഹത്തെ, എന്നെ കാണില്ല എന്ന് വെച്ചാൽ ഞങ്ങൾ ഇതുപോലെ സ്പീച്ചും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നത് തന്നെ നിങ്ങൾ അന്വേഷിച്ചിട്ടാണോ നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇത് കിട്ടിയത്? സെർച്ച് ചെയ്യാണോ ദിനേശ് മുങ്ങത്താരാണ് എന്ന് സെർച്ച് ചെയ്തിട്ടാണോ എന്നെ കിട്ടിയത്? വളരെ റെയർ ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ സന്തോഷം എവിടെ കിട്ടും എന്ന് അന്വേഷിച്ചിട്ടാണോ നിങ്ങൾ യൂട്യൂബിൽ കയറിയപ്പോൾ ഇതന്നെ കിട്ടിയത്? ഒന്നുമല്ല. യൂണിവേഴ്സ് നിങ്ങൾ കാണിച്ചു തരികയാണ് ചെയ്തത്. നിങ്ങളുടെ സമയമാകുമ്പോൾ, നിങ്ങൾ മാറാനുള്ള സമയമാകുമ്പോൾ യൂണിവേഴ്സ് നിമിത്തങ്ങളായി നിങ്ങളുടെ മുന്നിൽ വരും. അതാണ് തത്വം, ലോക തത്വം അതാണ്.
എന്ന് വെച്ചാൽ കണ്ണടച്ചിരുന്നിട്ട് യൂണിവേഴ്സ് വരട്ടെ എന്ന് കാത്തിരിക്കണം എന്നല്ല, അതല്ല അതിന്റെ അർത്ഥം. നമ്മൾ അതിനു വേണ്ടി അതിയായി മാറ്റത്തിന് വേണ്ടി അതിയായി ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ സന്ദർഭങ്ങളും നമ്മുടെ മുന്നിൽ വരും. അതിനെ നമ്മളങ്ങ് കൂടെ ചേർന്നങ്ങ് പോയാൽ മതി. ഇപ്പോ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഏഞ്ചൽ നമ്പറുകൾ, ഇനി വീണ്ടും ഞാൻ ഏഞ്ചൽ നമ്പർ ക്ലാസ്സുകളൊക്കെ വീണ്ടും ഓപ്പൺ ആക്കി വരുന്നുണ്ട്, പഴയ ആൾക്കാർക്ക് ഓർമ്മയില്ലെങ്കിൽ. ഞങ്ങള് പലപ്പോഴും നമ്മളൊക്കെ ലൈഫിൽ ഞാനെപ്പോഴും ആദ്യമൊക്കെ ഞെട്ടിപ്പോയിട്ടില്ല. എന്റെ മകൻ, ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകുമ്പോൾ എന്റെ മകൻ എന്നും പറയായിരുന്നു എന്നോട്, അച്ഛാ കണ്ടോ നമ്പർ 888 കണ്ടോ? അവനിങ്ങനെ കാണും, ഞാൻ നോക്കുമ്പോൾ കാണാറില്ല. പണ്ട് പണ്ട് കാലം അവൻ പറയും 88 നമ്പർ ഭയങ്കര മാജിക്കൽ നമ്പർ ആണെന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു എന്ത് മാജിക്കൽ, എനിക്കറിയത്തില്ല, എനിക്കറിയില്ല, റിയലായിട്ട് അന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നെ അവൻ ഇടയ്ക്ക് പറയും കണ്ടുകൊണ്ടോ വണ്ടിയുടെ നമ്പർ ഉണ്ട് 88, ഓ ഹീസ് വെരി ലക്കി എന്നൊക്കെ പറഞ്ഞ് അവൻ ഇങ്ങനെ വണ്ടിക്ക് തൊച്ചുണ്ടാക്കും. അവൻ 4 വയസ്സ് 5 വയസ്സ് പ്രായം ഉണ്ടാകുന്ന സമയത്ത്. അപ്പൊ ഞാൻ ദന്തിരിക്കുന്ന നമ്പർ 88, അവൻ 88 വാങ്ങിച്ചു, 88 കണ്ടു, ഇത്രേ ഉള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഒരു ദിവസം ഞാനൊരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ഒരു സ്ഥലത്ത് എനിക്ക് നല്ലൊരു പേയ്മെന്റ് കിട്ടാനായിട്ട് പോകുമ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാനൊരു വണ്ടിയുടെ നമ്പർ ഉണ്ട് 88. അപ്പൊ ഞാൻ പെട്ടെന്ന് മകൻ പറഞ്ഞ് എനിക്ക് ഓർമ്മ വന്നു, എന്തോ ലക്കിയാണല്ലോ ഈ നമ്പർ എന്ന് ഓർമ്മ വന്നു. അപ്പൊ ഞാൻ വെച്ച്, ഞാൻ ലക്കി ആണെങ്കിൽ എനിക്ക് കുറച്ച് ഡിലേ ആയിട്ട് കിട്ടാൻ ഇല്ലാത്ത പേയ്മെന്റാ. അപ്പൊ ഞാൻ വെച്ച്, ഞാൻ 88 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള ഗുണമാണ്. അപ്പൊ ഞാൻ വെച്ചു എന്നാ പിന്നെ ഇങ്ങനെ ആണെങ്കിൽ എനിക്ക് ചെക്ക് കിട്ടും, പേയ്മെന്റ് കിട്ടും, നോക്കാം, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. ഒരു 8 വർഷം മുമ്പത്തെ കാര്യമാണ്. 8 വർഷത്തിൽ കൂടുതലായിരുന്നു. ഞാൻ അവിടെ പോയി ഓഫീസിൽ പോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാം. കുറേ കാലങ്ങളായിട്ട് പെൻഡിങ് കിടക്കുന്ന പേയ്മെന്റാ. കുറച്ച് കഴിഞ്ഞപ്പോൾ അക്കൗണ്ടന്റ് വന്നിട്ട് പറഞ്ഞു GM അകത്തോട്ട് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അകത്തോട്ട് പോയപ്പോൾ GM പറഞ്ഞു നിങ്ങളുടെ പേയ്മെന്റ് കുറെ പെൻഡിങ് ആണല്ലേ, കുറെ ആയല്ലേ? ഞാൻ പറഞ്ഞു കുറെ ആയി സാറേ, ഒന്ന് സെറ്റിൽ ചെയ്ത് തരണം സാർ, ഒന്ന് തരണം. അയാൾ പറഞ്ഞു ഓക്കെ, ഒറ്റ പേയ്മെന്റ് തന്നാൽ നീ എത്ര ഡിസ്കൗണ്ട് എനിക്ക് തരും? അതൊരു ചോദ്യമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സന്തോഷം, ഡിസ്കൗണ്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല സാറേ, ഞാൻ നിങ്ങൾക്ക് വല്ല പ്രൈസ് കുറച്ച് നമ്മൾ സാധാരണ പറയുന്ന പോലെ പറഞ്ഞു. ആൾ കൊണ്ടല്ല, ഞാൻ ഒറ്റ പേയ്മെന്റ് തരികയാണ്, ഞാൻ നിങ്ങൾക്ക് 2% കുറച്ചിട്ട് പേയ്മെന്റ് തരാം, ഓക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ എന്നെ സംബന്ധിച്ച് 2% കുറയ്ക്കല്ല, അവൻ 10% കുറച്ചാൽ എന്നെ സംബന്ധിച്ച് ഓക്കെയാണ്. ഞാൻ എനിക്ക് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഓക്കെ റെഡിയാണ്, പക്ഷെ എനിക്ക് ഇപ്പൊ വേണം പറഞ്ഞു. ഓക്കെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എന്നോട് അക്കൗണ്ട് നമ്പർ വാങ്ങിച്ച്, ചെക്കൊന്നുമില്ല, അക്കൗണ്ട് നമ്പർ വാങ്ങിച്ച്, ബാങ്ക് ഏതാ, ഓക്കെ ഒക്കെ പറഞ്ഞു. അക്കൗണ്ടന്റ് വന്നു, ചീഫ് അക്കൗണ്ടന്റ് വന്നു, എല്ലാവരും വന്നു, കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ ഇരുന്നുകൊണ്ട് ഓൺ ദ സ്പോട്ട് ആ പൈസ എനിക്ക് ട്രാൻസ്ഫർ ചെയ്തു തന്നു. ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ചാൽ എനിക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് അല്ല. അപ്പോഴാണ് ഞാൻ മനസ്സിലായി ഈ 8 എന്തെങ്കിലും ഒരു കാര്യമാണോ ഇതിനകത്ത്. എന്നിട്ട് ഞാൻ അതൊന്നും തീർന്നില്ല, അത് ഞാൻ പറഞ്ഞു തിരിച്ചു വന്നു. അപ്പൊ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് യൂണിവേഴ്സിനെ പറ്റി അത്ര വലിയ പിടിയില്ല, സീക്രട്ട് ബുക്കുകളൊക്കെ വായിച്ചിട്ടുണ്ട് എന്നല്ലാതെ. ഞാനത് പുറത്തിറങ്ങി പാർക്കിങ്ങിൽ വന്ന് നോക്കുമ്പോൾ എന്റെ മുമ്പിലിരിക്കുന്ന വണ്ടിയുടെ നമ്പർ 777 37. ഞാൻ ഞെട്ടിപ്പോയി. കാരണം 37 പിന്നെ ഞാൻ രണ്ടാമത് ഇങ്ങനെ വായിച്ചപ്പോൾ അത് സ്പിരിച്വൽ എനർജി, നമുക്ക് ദൈവികത നമ്മളിലേക്ക് കണക്ട് ചെയ്തതിന്റെ തുടക്കമാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അന്ന് മുതലാണ് ഞാൻ ഈ ഏഞ്ചൽ നമ്പറിനെ പറ്റിയിട്ട് ആലോചിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഞാൻ എപ്പോഴും എന്റെ നമ്പറുകളൊക്കെ ആയിരിക്കും, എന്റെ വണ്ടി നമ്പർ, എന്റെ മൊബൈൽ നമ്പറുകളൊക്കെ 791 ഒക്കെ എല്ലാത്തിലും ഉണ്ടാവും. ഇത് എന്നെ സംബന്ധിച്ച് ആ നമ്പർ ഭയങ്കര ലക്കിയാണ്. ഇതുപോലെയാണ് ഞാൻ പറഞ്ഞു വന്നത് 111 അല്ലെങ്കിൽ 11114 1111 എന്നൊക്കെ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയതിനു ശേഷം പ്രസീദ് ഞാനും ഒക്കെ എപ്പോൾ സംസാരിക്കുമ്പോഴും ഞങ്ങൾ കാണുന്നത് ഒന്നിക്കൽ രാവിലെ ഉച്ചയ്ക്ക് 11:11 ആയിരിക്കും, അല്ലെങ്കിൽ 1:11 ആയിരിക്കും, അല്ലെങ്കിൽ 4:44 ആയിരിക്കും. ഇങ്ങനെ ഏതെങ്കിലും സമയത്തായിരിക്കും ഞങ്ങൾ പൊതുവെ ഞങ്ങൾ വോയിസ് മെസ്സേജ് അയച്ചിട്ട് എൻഡ് ചെയ്യുന്നത് 1 മിനിറ്റ് 11 സെക്കൻഡ്, കുറച്ചു ലെങ്ത് ആയാൽ 4 മിനിറ്റ് 44 സെക്കൻഡ്. ഇങ്ങനെയാണ് ഞങ്ങളുടെയൊക്കെ ഇതിൽ വരുന്നത്. അപ്പൊ ഞങ്ങളുടെയൊക്കെ റെഡി, ഞങ്ങളൊരു കോഴ്സൊക്കെ അനൗൺസ് ചെയ്യുമ്പോൾ അനൗൺസ് ചെയ്തു കോഴ്സ് റെഡിയായി അനൗൺസ് ചെയ്യുന്ന സമയം ഇതായിരിക്കും. സത്യമായിട്ട് പറയാം, ലൈഫിലെ മിറാക്കിൾസ് ആണ് ഇതെല്ലാം. ദൈവികത എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു, ദൈവികത ഇത് അനുഭവിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും സുവർണ അവസരമാണ് 11-ാം തീയതി. നമ്മൾ 1-ാം തീയതി ചെയ്തതാണ് 11-ാം തീയതി. അപ്പൊ 11-ാം തീയതി നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 10-ാം തീയതി രാത്രിയും നാളെ രാത്രിയും മറ്റന്നാളും നമ്മൾ അതിന്റെ ക്ലാസ് വെക്കുന്നു. 11-ന് മെഡിറ്റേഷൻ, അത് രാത്രി 11 മണിക്കാണ് കഴിയുക. 11:11 നമ്മൾ കൺക്ലൂഡ് ചെയ്യും. അതുവരെയുള്ള മെഡിറ്റേഷൻ. നാളെ അതിന്റെ ക്ലാസ് തരുന്നു. മറ്റന്നാൾ രാവിലെ 11:11 തുടങ്ങി രാത്രി 11:11 വരെ നീണ്ടു നിൽക്കുന്ന 12 മണിക്കൂർ ചെയ്യേണ്ട ഒരു റിച്വൽസ്, ഒരു സാധന കൂടി നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്.
അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾ മാറുക, മാറ്റത്തിന് തയ്യാറാവുക. വീണ്ടും പറയുന്നു, മാറ്റത്തിന് ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളായിട്ട് തട്ടിത്തെറിപ്പിക്കുന്നുണ്ടെങ്കിൽ യുവർ ഓൺ ചോയ്സ്. കാരണം എന്താണല്ലോ, ഞാൻ വീണ്ടും പറയുന്നു, ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണ്. അപ്പൊ താങ്ക് യു. ബാക്കിയെല്ലാം ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. നിങ്ങൾക്ക് മാത്രം, ആരെയും നമുക്ക് തല്ലിപ്പഴിപ്പിച്ചാൽ പഴുക്കില്ല കുഞ്ഞിരാമ എന്ന് പറഞ്ഞ പോലെയാണ്. പഴുക്കേണ്ടവർക്ക് കാലമനുസരിച്ച് പഴുക്കന്നെ വേണം. ഞാൻ പറഞ്ഞത് പലർക്ക് മനസ്സിലായി കാണുമെന്നിരുന്നു. അതുകൊണ്ട് കിട്ടിയ കാര്യം, കിട്ടിയ അനുഗ്രഹം കളയാതിരിക്കുക. നമ്മുടെ ക്ലാസ്സിൽ വന്നപ്പോഴേക്കും എല്ലാവർക്കും അതുപോലെ കാര്യങ്ങളാണ് പറയാനുള്ളത്. അത് കാത്തു സൂക്ഷിച്ചവർക്ക് അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്. അത് ഞാൻ നൽകിയല്ല, സർവേശ്വരൻ നിങ്ങൾക്ക് നേരിട്ട് നൽകിയതാണ്. അതിനെ സ്വീകരിക്കുക, മുന്നോട്ട് പോവുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ? താങ്ക് യു. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, അപ്പോൾ എടുത്തോളൂ, ടാബ്ലറ്റ്സ് എടുത്തോളൂ, കഴിച്ചോളൂ. എന്നാ ക്ലാസ്സിലേക്ക് റെഡി? 1 2 3 4 റെഡി? ഹാപ്പി ആൻഡ് റെഡി. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ചെറിയൊരു ചേഞ്ചസ് നമ്മൾ ഇവിടെ വരാൻ പോവാണ്. 11 വേറൊരു ഹാപ്പി ന്യൂസും കൂടി ഉണ്ട്. 11 തീയതി 11 രാവിലെ നമ്മുടെ പുതിയ ചാനൽ വരുന്നതായിരിക്കും. ഇംഗ്ലീഷും ഹിന്ദിയും ഉള്ള ചാനലാണ്. മലയാളം കുറവായി, മലയാളത്തിന് ഇല്ലാതെ ഇംഗ്ലീഷ് ഹിന്ദിയുള്ള ചാനല് നമ്മൾ അവിടെ വരുന്നതായിരിക്കും. പേര് ഹാപ്പി ആൻഡ് റെഡി എന്ന് വേണമെന്ന് ചിലപ്പോൾ ആയിരിക്കില്ല, മറ്റൊരു പേരിലായിരിക്കും. ഇംഗ്ലീഷും ഹിന്ദിയുമാണ് ചാനൽ എല്ലാം വരുന്നത്. പിന്നെ ബിസിനസിന്റെ ചാനൽ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അത് നന്നായി നടന്നു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്രയും നിങ്ങൾ ഗുണകരമായി മാറട്ടെ എന്നുള്ള അനുഗ്രഹമാണ്. ഓരോ ആളും അതിനെ മാറ്റത്തിന് തയ്യാറാക്കി എടുക്കുക. ഓക്കെ, ഹാപ്പി ആൻഡ് റെഡി. അപ്പൊ ഇന്നത്തെ നമ്മുടെ സബ്ജക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. ഇന്നത്തെ എന്താണ് നമ്മൾ പറയാൻ പോകുന്നതെന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. എന്താണ് നിങ്ങൾ ഇന്ന് എന്ത് സബ്ജക്ട് കണ്ടിട്ടാ വന്നത്? ഓക്കെ, യെസ് യെസ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, 1 മണിക്കൂറിൽ പണം വേണമെന്ന് ആഗ്രഹിച്ച എത്ര പേരിവിടെ ഉണ്ട് വന്നിട്ട്? ഒന്ന് അവരവരെ പേര് ടൈപ്പ് ചെയ്ത്. 1 മണിക്കൂറിൽ എനിക്ക് പണം വേണമെന്ന് ഇവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് വന്നിട്ട്? ഓക്കെ, യെസ് യെസ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട്. 1 മണിക്കൂറിൽ പണം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ച് ശരിയാണ്. ഈ 1 മണിക്കൂറിൽ പണം തീരെ കയ്യിലില്ലാത്ത എത്ര പേരുണ്ട് ഇവിടെ? അവര് പേര് ഒറ്റ പൈസ കയ്യിലില്ലാത്ത ആൾക്കാർ. പണം വേണം, ഒറ്റ പൈസ എന്റെ കയ്യിലില്ല. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? കയ്യിൽ എന്ന് പറഞ്ഞ പോക്കറ്റിലല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇതിപ്പോ രണ്ടാമത്തെ ചോദ്യം ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഏതാണെന്ന് പിടികിട്ടാതെ. ഞാൻ ചോദിച്ചു, ഒന്നുകൂടി പറയാം. ഒന്നുകൂടി രണ്ടാമത്തെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ തീർന്നു കേട്ടോ, എന്നെ ടൈപ്പ് ചെയ്യരുത്. ആദ്യത്തെ ക്വസ്റ്റ്യൻസ് തീർന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇപ്പോൾ എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല, നയാ പൈസ എന്റെ കയ്യിൽ ഇല്ല എന്ന് പറയുന്ന എത്ര പേര് ഇവിടെ ഉണ്ട്? പേരെഴുതാവോ? ഒന്നുണ്ട്, ഉണ്ട്. സജിത, ലിനി, ഓക്കെ. ഇനി താൻ അവനവൻ കുഴിക്കുന്ന കുഴിയിൽ വീഴുമ്പോ ഗുലുമാൽ. സൗദ, രേണുക, പറട്ടെ. നന്ദിനി കറക്റ്റായിട്ട് എണ്ണയാണ്. സുധ, യെസ്. ഗീതാദേവി, യെസ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? എല്ലാവരും ആയിട്ടുള്ള ചോദ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? എത്ര പേർക്ക് ഉത്തരം പറയാൻ പറ്റും? നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ആരെങ്കിലും ഈ പ്രപഞ്ചത്തിൽ ഇല്ലാത്തൊരു സാധനത്തെ ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? സി, ഐ എം വെരി സാഡ്. നിങ്ങൾ ഇത്രയും പേരുകൾ ടൈപ്പ് ചെയ്തതിൽ ഞാൻ വളരെ വളരെ ദുഃഖിതനാണ്. എന്താണെന്നറിയോ? ഞാൻ എന്താണ് ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെ? എത്ര ദിവസങ്ങളിരുന്ന് ഞാൻ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളെ? ഇല്ല 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 ഇല്ല, അല്ല, കിട്ടിയില്ല, തന്നില്ല, പോയില്ല, വന്നില്ല, ഇത് തന്നെയല്ലേ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് മാറ്റം? എങ്ങനെയാണ് മാറ്റം ഉണ്ടാകുന്നത്? എന്തിലാണ് മാറ്റം ഉണ്ടാവുന്നത്? നിങ്ങൾ എന്തിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്? എവിടെയാണ് മാറ്റം ഉണ്ടാവേണ്ടത്? എത്ര കാലങ്ങളായിരുന്നു പറയുന്നു ഞാൻ. എത്ര കാലങ്ങളായിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നവരാണ്. ബോധത്തിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അവനവന്റെ ചിന്തയിലാണ് മാറ്റം ഉണ്ടാവേണ്ടത്. അത് മാറാത്തിടത്തോളം കാലം എങ്ങനെ ലൈഫ് മാറുമെന്ന് ഈ പറയണേ? ഇല്ല എന്ന് പറഞ്ഞ എത്ര എളുപ്പമെന്നറിയോ? വേണം, ഇല്ല, വേണം, ഇല്ല, ഇത് വർക്ക് ചെയ്യില്ലെന്ന് എത്ര ക്ലാസ്സുകളായി പറഞ്ഞു തരുന്നു. അങ്ങനെ വർക്ക് ചെയ്യത്തില്ല ഈ സാധനം.
ഇത് വർക്ക് ചെയ്യില്ല. വേണം ഇല്ല, വേണം ഇല്ല, രണ്ടും വർക്ക് ചെയ്യില്ല. വേണോ വേണം, അത്ര തന്നെ. ഇരുന്ന് എത്ര എത്ര ക്ലാസ്സുകളാണ് യൂട്യൂബിൽ ഇതിന്റെ ഒറ്റ സബ്ജക്ട് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് മാറ്റമുണ്ടായത്? മാറ്റം ഉണ്ടാവണമെങ്കിൽ അവനവന്റെ മനസ്സിൽ മാത്രമേ മാറ്റം ഉണ്ടാവാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പലപ്പോഴും ചോദിച്ചതാ ചോദ്യം. നിങ്ങൾ കാശ് കയ്യിലില്ല, തീർന്നോ? നിങ്ങളുടെ ലൈഫ് വെച്ച് തീർന്നോ? കയ്യിൽ കാശില്ല എന്ന് വെച്ചാൽ കാശില്ലാതായത് മനസ്സിലാണോ കയ്യിലാണോ? മാറൂളിൻ, ചിന്തകൾ മാറ്റൂ, ജീവിതം മാറണമെങ്കിൽ. എന്താ ഇപ്പൊ എന്തിൽ കാശ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം? ആരും ചോദിക്കുന്നുണ്ടോ? ഓക്കെ, കാശുണ്ടെന്ന് ഇവിടെ വെക്ക് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറ്റൂലല്ലേ? അങ്ങനെ ചിന്തിക്കാൻ പറ്റേയില്ല. അല്ലേ? ചോദിച്ചിട്ട് കുടുങ്ങിയല്ല, ഞാൻ തന്നെ ആകെ ഡള്ളായി. കാരണം ഞാൻ എങ്ങനെയാണ് നിങ്ങളെ വാർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റ്. നേരത്തെ ആദ്യം തന്നെ ഞാൻ ചോദ്യം ചോദിച്ച് നിങ്ങളൊന്ന് അലേർട്ട് ചെയ്ത് നിർത്തി. പരാതി ഉണ്ടോ, ആരുണ്ടോ, എല്ലാം ചോദിച്ചു വെച്ചിട്ട്, എന്നിട്ട് നിങ്ങൾ കുഴി കൊണ്ട് വീണു അല്ലെ? അതേ പറഞ്ഞു, അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ അല്ലേ? എന്നിട്ടാണ് കുലുമാൽ. ഇതൊക്കെ പാട്ടുകളൊക്കെ കറക്റ്റാണ്. ആരാ കുഴിയിൽ കൊണ്ടുവിടുന്നത്? വേറെ ആരുമാണോ? നിങ്ങൾക്ക് കാശില്ലാത്തതിനുള്ള കാരണം ആരാ? വേറെ ആരെങ്കിലും ആണോ? ആർക്കും പറയാൻ പറ്റും നിങ്ങളെ കയ്യിലെ നിങ്ങൾ കാശില്ലാതിരിക്കാൻ കാരണം എനിബഡി എൽസ്? അല്ല, സ്വയം തന്നെയാണ്. എന്നാൽ ആ സ്വയത്തിന് എനിക്ക് കാശുണ്ട് എന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. വിശ്വസിക്കുക. ദൈവമുണ്ടോ? റെഡി, ഞാൻ വിശ്വസിച്ചു. എവിടെ എവിടെ കണ്ടു? അല്ല, അത് ഞാൻ കണ്ടു. എവിടെ കണ്ടു? അനുഭവിച്ചോ? ഇല്ല. കണ്ടോ? കണ്ടില്ല. പക്ഷെ ദൈവം ഉണ്ടോ? ഉണ്ട്. എന്താ? വെറുതെ അങ്ങ് വിശ്വസിക്കാൻ റെഡിയാണ്. സൈത്താനുണ്ടോ? ഓയ്യോ, എന്റെ ജീവിതത്തിൽ മൊത്തം അതാണ്. പിശാചല്ലേ ഉള്ളൂ, ഞാൻ കണ്ടതാ. ഉണ്ട് ഇല്ലേ? പോയിടത്തൊക്കെ പിശാചുണ്ട്. നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടോ? ഞാൻ നെഗറ്റീവ് അല്ല, അവരാ നെഗറ്റിവിറ്റി. മനുഷ്യൻ മാറണം, ചിന്തകൾ മാറണം, എന്നാ മാത്രമേ കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ എഴുതിയ പരസ്യവാചകം 1 മണിക്കൂറിൽ കാശുണ്ടാവും. ഉണ്ടാവും, ഉറപ്പാണ്. 1 മണിക്കൂറിൽ കാശുണ്ടാവും. പക്ഷെ ആ 1 മണിക്കൂറിനകത്ത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മാറ്റാൻ തയ്യാറാണോ? പറ്റുമോ? എന്നാൽ ചലഞ്ച് ചെയ്യുന്നു. ഞാനിപ്പോ നിങ്ങൾ ഫേസ് ടു ഫേസ് ചലഞ്ചാണ്. 1 മണിക്കൂർ സമയം ഞാൻ തരാം. നിങ്ങൾക്ക് കാശുണ്ടാവും, ഉറപ്പാണ്. ആ 1 മണിക്കൂർ നിങ്ങൾക്ക് കാശുള്ളവനായിട്ട് ജീവിക്കാൻ പറ്റുമോ? വെറുതെ ഒറ്റ മണിക്കൂർ പൂർണ്ണ വിശ്വാസത്തിൽ. നിങ്ങൾക്ക് ഇപ്പൊ എത്ര കാശ് വേണ്ടത്? 1 ലക്ഷം രൂപ, അല്ലെങ്കിൽ 10,000 രൂപ, 20,000 രൂപ, 50,000 രൂപ നിങ്ങൾക്ക് വേണമെന്ന് കരുതിക്കോ. 1 മണിക്കൂർ വേണം. ഈ 1 മണിക്കൂർ നേരം കോൺസ്റ്റന്റ് ആയിട്ട് എന്റെ കയ്യിൽ ആ കാശുണ്ട് എന്ന് വിശ്വസിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമോ? ചലഞ്ച്. എത്ര പേര് ചലഞ്ച് എടുക്കാൻ തയ്യാറാണ്? പറ്റുമെങ്കിൽ പറ. അപ്പൊ എവിടെയാണ് ഇത് മാറേണ്ടത്? എവിടെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഒരു ആഗ്രഹം, ഒരു കാര്യത്തെ നിങ്ങൾ ആഗ്രഹിക്കണം. എനിക്കിത് വേണം, എനിക്കിതുണ്ട്. അത് എഴുതി വെക്കുക. 1 മണിക്കൂറിൽ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ സംഭവിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ എഴുതാനും അത് അനുഭവിക്കാനും ഞാൻ തയ്യാറല്ല. ഇതാണ് കൃത്യമായി മനസ്സിലാക്കേണ്ടത്. ഇതൊരു മാജിക്കേ അല്ല നമ്മൾ പറയുന്നത്. ഒരു മാജിക് എന്നുള്ള വിഷയമേ അല്ല പറയുന്നത്. ഒരു യാഥാർത്ഥ്യത്തിന് ഞാൻ പറയുന്നത്. കൃത്യമായ ശ്രദ്ധയും ഊർജത്തിന്റെ പ്രവർത്തനവും ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. ഇത് ശാസ്ത്രമാണ്, പ്യുവർ സയൻസ് ആണ്, മൈൻഡ് സയൻസ് ആണ്. വേർ യു ഫോക്കസ്, ദാറ്റ് വിൽ ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. നിങ്ങൾ യാത്ര പോവുകയാണ്, തിരുവനന്തപുരത്തേക്ക് യാത്ര പോവുകയാണെങ്കിൽ തിരുവനന്തപുരം എന്ന് പറയുന്നതല്ല, തിരുവനന്തപുരത്തേക്ക് എവിടെ പോകണം? സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലാണ്. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഏത് സ്ഥാപനത്തിലേക്ക് പോകണം? യെസ്, സെറ്റ്. ഇന്ന സ്ഥാപനത്തിൽ അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്, അവിടത്തേക്കാണെങ്കിൽ ദെൻ യു ഡിസൈഡഡ്. നിങ്ങൾ അവിടെ എത്തിയിരിക്കും. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാ. എവിടെ? തിരുവനന്തപുരം തമ്പാനൂറുണ്ട്, മറ്റുണ്ട്. എവിടെ വേണം? തിരുവനന്തപുരമാണ് അല്ലേ? നിങ്ങൾ എവിടെയെങ്കിലും എത്തും. കാര്യമുണ്ടോ? ബി ക്ലിയർ ഇൻ ദാറ്റ്. എനിക്ക് ഇപ്പൊ നിങ്ങളോട് ഇപ്പൊ ഞാൻ ചോദിച്ചവരോട് 1 മണിക്കൂറിൽ പണം വരും. നിങ്ങളുണ്ട്. എത്ര പേർക്ക് ഉറപ്പ് പറയാം എനിക്ക് 1 മണിക്കൂറിൽ വേണ്ടത് ഇത്ര തുക എന്ന് പറയാൻ എത്ര പേരുണ്ട്? സത്യസന്ധമായിട്ട് പറയാം. തീരുമാനിച്ചിട്ട് വന്നവർ എത്ര പേരുണ്ട് എന്റെ മുമ്പിൽ? 1 മണിക്കൂറിൽ എനിക്ക് 1 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ, 1000 രൂപ, 2000 രൂപ. ഞാൻ തീരുമാനിച്ച ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ എണ്ണാത്തരുണ്ട്? വളരെ റെയർ അല്ലേ? നേരത്തെ പരാതി പറഞ്ഞപ്പോ കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഇതൊന്ന് തീരുമാനിച്ച എത്ര എന്ന് പറഞ്ഞു വരുന്നവര് ഇപ്പൊ പറയും 25 ലക്ഷം, 50 ലക്ഷം, 1 ലക്ഷം. ഇതൊന്നും അല്ല. ഇതൊക്കെ വെറുതെയുള്ള സംസാരം മാത്രമേ ഉള്ളൂ. അപ്പോ നമ്മൾ കൃത്യമായ ഫോക്കസ് നടത്തിയാൽ മാത്രമാണ് ഇത് സാധ്യമാകുന്നത്. ഞാൻ കഥ പറഞ്ഞില്ല നേരത്തെ? അതുപോലെ
ഒരു മണിക്കൂറിന് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വാഗ്ദാനം ചെയ്യലല്ല എന്റെ ക്ലാസ്. അതല്ല ഉദ്ദേശിക്കുന്നത്. നാളെ യൂട്യൂബിൽ കയറിയിട്ട് ആർക്കും എനിക്ക് ഗൂഗിൾ പേ നമ്പർ അയച്ചത് സാറിലെ ഇതിലേക്ക് കിട്ടിയെന്ന് പറയണ്ട. അതല്ല ഉദ്ദേശം. ആ ഒരു നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ക്ലാരിറ്റിയും ഊർജത്തിലുള്ള ഒരു വലിയ മാറ്റവും ഉണ്ടാക്കുക എന്നതാണ് ഞാൻ ഉറപ്പു തരുന്നത്. അതാണ് നിങ്ങൾക്ക് സംഭവിക്കേണ്ടത്. ഈ സെഷൻ അവസാനിക്കുമ്പോൾ നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് വ്യക്തവുമായ ഒരു ആഗ്രഹവുമായി പുറത്തു പോകാൻ തയ്യാറാവുക. ആ ആഗ്രഹത്തിൽ ആദ്യപടി വെക്കാൻ നിങ്ങളുടെ ഉറച്ച നിലപാടും തീരുമാനമെടുക്കുക. ഇതാണ് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത്. ഇവിടെ മാറ്റേണ്ടത് നമ്മുടെ മനസ്സിന്റെ നിയമങ്ങളാണ്. മനസ്സിന്റെ നിയമം മാറുമ്പോൾ മാത്രമാണ് എല്ലാ നിയമങ്ങളും നമുക്ക് അനുകൂലമായി മാറുന്നത്. ഒന്നാമത്തെ വിഷയം എവിടെയാണെന്നറിയോ? കാത്തിരിപ്പിന്റെ മിഥ്യ എന്ന് പറയും. നമുക്ക് കാത്തിരിക്കാൻ തയ്യാറല്ല. ഞാൻ പറഞ്ഞില്ല, 1 മണിക്കൂർ നേരം നിങ്ങൾക്ക് ഈ എനിക്കിപ്പോ സമയം 8 മണി, 9 മണിക്ക് എനിക്ക് 5000, ഞാൻ ചെറുതായി ചിന്തിക്കുന്നു, 5000 തരും. അല്ലെങ്കിൽ നാട്ടിലെ 25,000 രൂപ എന്ന് കരുതി 1 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് 25,000 രൂപ വേണം എന്ന് ഞാൻ തീരുമാനിക്കുന്നു. എനിക്ക് എത്ര മണിക്കൂർ അത് വിശ്വസിച്ചിരിക്കാൻ പറ്റും? 1 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് 9 മണി സമയം ഇവിടെ ആകുമ്പോൾ എനിക്ക് 25,000 രൂപ കിട്ടും. ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചിരിക്കാൻ എനിക്ക് പറ്റുന്നുണ്ടോ? 8:59 ചോദിച്ചാലും 9 മണിയാകുമ്പോൾ കിട്ടുമല്ലോ, കിട്ടും എന്ന് പറയാൻ പറ്റുന്ന മനഃശക്തിയുള്ളവർ എത്ര പേരുണ്ട്? ഒന്ന് കമന്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നവര്. 9:59 വരെ നിങ്ങൾ പറയും എനിക്ക് പറ്റും, കിട്ടും. ഇതാണ് മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത്. ഇവർക്ക് മാത്രമേ റിസൾട്ട് ഉണ്ടാവൂ. ഇതല്ലാതെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ലോട്ടറി എടുത്തിട്ട് ലോട്ടറി അടിക്കും എന്ന് പറഞ്ഞ് ലോട്ടറി എടുക്കുന്നവരെണ്ണം എത്രയാ? അടിച്ചാലായി, കിട്ടിയാലായി, ഇല്ലേ? ഇപ്പോഴും പറയൂ 25,000 രൂപ 1 മണിക്കൂർ കഴിഞ്ഞ് കിട്ടണം എഴുതിയാൽ നിങ്ങൾ അടുത്ത നിമിഷം പറയും കിട്ടിയാൽ സന്തോഷം, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, മനസ്സിൽ പറയും. പിന്നെ അടുത്ത ചിലപ്പോൾ മറ്റൊരാൾക്കാർ പറയും എവിടുന്ന് കിട്ടാനാ, എന്നാലും നോക്കാം, എഴുതി നോക്കാം, അല്ലേ? വർക്ക് ചെയ്യില്ല അതൊന്നും. ഇവിടെ മനസ്സിലാക്കേണ്ടത് കാത്തിരിപ്പ് എന്ന് പറയുന്നത് വെറുതെ ലക്ഷ്യപ്രാപ്തി എന്താ പറയാ, പ്രപഞ്ചം കൊണ്ട് തരുന്നത് വരെ കാത്തിരിക്കാൻ പറ്റണം. അതെങ്ങനെ? പ്രപഞ്ചം എന്തെങ്കിലും കൊണ്ടുതരുമെന്നല്ല, വ്യക്തമായിട്ടുള്ള ഉദ്ദേശത്തോടെയും വ്യക്തമായ ലക്ഷ്യത്തോടെയുമുള്ള ഊർജസ്വലമായ പ്രവർത്തനം, മനസ്സിനകത്ത് എനർജി അത്രയും കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം. 1 മണിക്കൂറിൽ നിങ്ങൾക്ക് ശ്രദ്ധയും വേഗതയും ഉത്തേജിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കതെല്ലാം സംഭവിക്കും. ലളിതമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ വിഷയമായി തോന്നുന്ന ഇതൊന്നും എടുക്കണം, ലളിതമാണ്. ഇതൊക്കെയാണ് ട്യൂൺ ചെയ്ത് നമ്മൾ എടുക്കുന്നത് ക്ലാസ്സിൽ. എന്താണ് നമുക്കില്ലാത്ത? ഇപ്പൊ ഞാൻ 1 മണിക്കൂറിന് എത്ര വേണ്ടത്? അല്ലെങ്കിൽ പറയും 25,000 വേണം. എന്തിനാ? 25,000 എന്നത് സംഖ്യയാണ്. എന്തിനാ? അതെനിക്കറിയില്ല. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട 3 തത്വങ്ങൾ മനസ്സിലാക്കണം. എന്തുകൊണ്ട് സംഭവിക്കില്ല എന്നുള്ള 3 തത്വങ്ങൾ. ഒന്ന്, അടിസ്ഥാനപരമായിട്ട് 3 തത്വം. ഒന്ന്, വ്യക്തതയില്ലായ്മ. അവ്യക്തമായ ആഗ്രഹങ്ങളും അവ്യക്തമായിട്ടുള്ള ഫലങ്ങളാ നൽകുക. എത്ര വേണമെന്ന് ചോദിച്ചാൽ എത്ര കിട്ടിയാലും സന്തോഷം. 10,000 വേണം, കിട്ടിയാൽ നല്ലത്. 25,000 വേണം, അത് നല്ലതാ. അപ്പൊ അടുത്ത് ഒരു 50,000 ആയാലോ, അത് പോയി. നോ, ക്ലാരിറ്റി ഇല്ല. എന്നിട്ടോ ക്ലാരിറ്റി ഇല്ലാകുമ്പോ എന്തെങ്കിലും കിട്ടും. അപ്പൊ കിട്ടിയത് കൊണ്ട് സന്തോഷം. 1000 കിട്ടിയാൽ 1000 എനിക്ക് കിട്ടിയല്ലോ എന്നുള്ള സന്തോഷം. അത് പറ്റില്ല. വ്യക്തത ഉണ്ടാവണം. ക്ലാരിറ്റിയാണ് അടിസ്ഥാനപരമായ തത്വം. നമ്മളുടെ ആഗ്രഹം വളരെ സ്പെസിഫൈ ആയിരിക്കണം, കൃത്യമായ അളവിലായിരിക്കണം. രണ്ടാമത്തെ കാര്യം, ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതിയോ? ഇമോഷൻ, അതിന്റെ ഇമോഷൻ ഉണ്ടായിരിക്കണം, വികാരപരമായിരിക്കണം. പ്രപഞ്ചം പ്രതികരിക്കുന്നത് വാക്കുകളോടല്ല, മറിച്ച് വികാരങ്ങളോടാണ്. നിങ്ങൾ ഒരാളോട് പറയാണ്, ഉദാഹരണം ഞാൻ എളുപ്പം പറയാം. നിങ്ങൾ ഒരാളോട് പറയാണ്, ഇങ്ങനെ നോർമൽ പറയാണ്, അയ്യോ അവനോട് ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. ഇത് കുഴപ്പമില്ല, സങ്കടം തോന്നി എന്നുള്ള ഇങ്ങനെ നിങ്ങൾ വാക്ക് കൊണ്ട് പറയാണ്. അതേ നിങ്ങൾ മറ്റൊരു സമയത്ത് പറയാണ്, അവനോട് സംസാരിച്ചപ്പോ കരച്ചിലും പിഴിച്ചിലൊക്കെ ആയി. ഏതാണ് കേൾക്കുന്നവൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്? പറഞ്ഞ വാക്കാണോ ഈ പ്രകടിപ്പിച്ച വികാരമാണോ? അറിയാവുന്ന നിങ്ങൾക്കല്ലേ? നിങ്ങൾ ഒരാളെ പറ്റി പറയുമ്പോൾ കരഞ്ഞുകൊണ്ടാ പറയുന്നതെങ്കിൽ അതായിരിക്കും കൂടുതൽ എഫക്ട് ചെയ്യുന്നത്, അല്ല വെറും വാക്ക് പറയുന്നതായിരിക്കും എഫക്ട് ചെയ്യുന്നത്? കരഞ്ഞുകൊണ്ട് പറയുന്നത് തന്നെ അല്ലേ വികാരം.
പ്രപഞ്ചം പ്രതികരിക്കുന്ന വികാരത്തോടാണ്, വാക്കുകളോടല്ല. എനിക്ക് 1,00,000 രൂപ വേണം, ആ 1,00,000 രൂപ വേണം. അതല്ല വർക്ക് ചെയ്യുന്നത്. 1,00,000ത്തിന്റെ വികാരം എന്താണ്? എന്തിനാണ് ഈ 1,00,000? അതിന്റെ വികാരം എന്താണ്? ഇതറിയാം. മൂന്നാമത്തെ കാര്യം, വെറുതെ ആർക്കും കാശ് കിട്ടുമോ? നടന്നു പോകുന്ന വഴിക്ക് ആണെങ്കിലും കിട്ടുമോ? ഇല്ല. പ്രവർത്തനം വേണം. ആ 1 മണിക്കൂറിനുള്ളിൽ റിസൾട്ട് എന്നത് നമ്മൾ എടുക്കാൻ പോകുന്ന ധീരമായ ചുവടുവെപ്പുകളിലൂടെ ആയിരിക്കും. 1 മണിക്കൂറിൽ കാശ് വരണം എന്ന് കരുതി ഇരിക്കുകയാണ്. എവിടെയും കിട്ടാനുള്ള കാശിനെ പറ്റി ആലോചിക്കുന്നില്ല, തരാനുള്ളവരെ പറ്റി ചിന്തിക്കുന്നില്ല, നിങ്ങളുടെ കയ്യിലുള്ളതിനെ പറ്റി ചിന്തിക്കുന്നില്ല, ഒന്നുമില്ല. ഒരു ചുവടുവെപ്പില്ല. കണ്ണടച്ച് മെഡിറ്റേഷൻ മൂഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വരുമോ? വരും. എവിടുന്ന് വരും അറിയോ? നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും തരാനുണ്ടെങ്കിൽ അത് തരും. അങ്ങനെ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഗിഫ്റ്റായിട്ട് വന്നെന്ന് വരും. എന്തായാലും നിങ്ങൾ അതിനുവേണ്ടി ചുവടുവെപ്പ് ഉണ്ടാക്കണം. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചെയ്യണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ചെറിയ കാര്യം മാത്രം. നിങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾക്ക് എത്രത്തോളം വ്യക്തതയുണ്ട് എന്നൊന്ന് എഴുതാമോ? ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതി. നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എത്ര പേർക്ക് ഇവിടെ ഏറ്റവും വലിയ ആഗ്രഹത്തെ പറ്റി ഒന്ന് പറയാൻ പറ്റും? ഒന്ന് ചാറ്റ് ബോക്സിൽ നിന്നിട്ട് എല്ലാവരും. നിങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ബുർജ് ഖലീഫയുടെ മുകളിൽ കയറണം എന്നൊന്നും കയറിക്കരുത്, അങ്ങനെ ആയാലും കുഴപ്പമില്ല. എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം? വളരെ കുറച്ച് ചാറ്റുകളേ ഉണ്ടാവുള്ളൂ, എങ്കിലും ചാറ്റ് ബോക്സ് ഞാൻ പറയാം. കിട്ടാനുള്ള സോഴ്സ് ഇല്ലാതെ ആഗ്രഹിച്ച കാര്യങ്ങളുണ്ട്. കിട്ടാനുള്ള സോഴ്സ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ആഗ്രഹിച്ചാൽ കിട്ടും. പക്ഷെ ആഗ്രഹിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ഈ ചോദ്യം എന്നോട് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ? ആ, നിങ്ങൾക്ക് വ്യക്തമായി, ഞാൻ നേരത്തെ പറഞ്ഞു, കൃത്യമായി വ്യക്തമായ ഒരു ആഗ്രഹം വേണം എന്ന്. ഇവിടെ പറഞ്ഞ കാര്യം എന്താ അറിയോ? എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം. അപ്പൊ നിങ്ങൾ എന്തിനാണ് ഇപ്പൊ വേറെ ആളെ കാല് വാങ്ങിച്ച് നിൽക്കുന്നത്? തെറ്റല്ലേ നിങ്ങൾ ചെയ്യുന്നത്? മറ്റൊരാളെ കാല് വാങ്ങിച്ച് നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? അത് വലിയ തെറ്റല്ലേ? രണ്ടാമത് വേറൊരാൾ എഴുതി, നാട്ടിൽ പോയിട്ട് സെറ്റിൽ ആവണം. എന്താ ഇതിന്റെ അർത്ഥം? നാട്ടിൽ പോയി സെറ്റിൽ ആവുക എങ്ങനെ? എപ്പോഴാ ഒരു മനുഷ്യൻ സെറ്റിൽ ആവുക എന്നറിയോ? ആ വാക്കിന്റെ പൂർണ്ണമായ അർത്ഥം എന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് എപ്പോഴാ ഒരു സെറ്റിൽമെന്റ് ലഭിക്കുക? അവസാനം. ഇതേ ഉള്ളൂ. നാട്ടിൽ പോയി സെറ്റിൽ ആവണം, ഇങ്ങനെ പറഞ്ഞില്ല, അങ്ങനെയൊന്നും അല്ല കേട്ടോ. നാട്ടിൽ പോയി സെറ്റിൽ ആവണം. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത എന്താ പറയാ ആഗ്രഹമാണത്. രണ്ടാമത്തെ രതി പറഞ്ഞു, നല്ല സൂപ്പറാണ്, ടോപ്പ് ബിസിനസ്. അപ്പൊ ഏതാണ് ഈ ടോപ്പ് ബിസിനസ്? ആരാണ് ടോപ്പ് ബിസിനസ് ആയ ഒരാളെ കാണിച്ചു തരാൻ പറ്റും? യൂസഫ് അലി സാർ അടക്കം ഡെയിലി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അയാൾ ടോപ്പ് ബിസിനസ്സുകാരനല്ല. അപ്പൊ ആരാണ് ടോപ്പ് ബിസിനസ് ചെയ്യുന്ന ഒരാള്? എന്താണ് ഈ ടോപ്പ് ബിസിനസ്? മൂന്നാമത് പറഞ്ഞു, സ്വന്തം കാലിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു, ഇനി പറയണ്ട. മൂന്നാമത് ജോബ്. എന്താണ് ജോബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്ത് ക്ലാരിറ്റിയാണ് അതിനുള്ളത്? ജോലി ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിയല്ലേ? നിങ്ങൾ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ജോലിയല്ലേ? അല്ലാന്ന് പറയാൻ പറ്റൂ? ഇതൊരു കർമ്മമല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ജോബിന്റെ മലയാളമാണ് കർമ്മം അല്ലേ? അപ്പൊ അവിടെയും ക്ലാരിറ്റി ഇല്ല. മൂന്നാമത് 15 ലക്ഷം ദിസ് മന്ത് കിട്ടണം. 15 ലക്ഷം ദിസ് മന്ത് കിട്ടണം. ഓക്കെ, ഈ മന്ത് എത്രാം തീയതി കിട്ടണം? ഇന്ന് 9-ാം തീയതി, 10-ാം തീയതിയോ 11-ാം തീയതിയോ 30-ാം തീയതിയോ 40-ാം തീയതിയോ? ഏത് ദിവസമാണ് ഈ 10-ാം തീയതി 15 ലക്ഷം കിട്ടേണ്ടത്? അത് ക്യാഷ് ആയിട്ട് കിട്ടണോ? ബാങ്കിലേക്ക് വരണോ? ആരെങ്കിലും തരാനുണ്ടോ? എന്താണ് അതിന്റെ ക്ലാരിറ്റി? ശൂന്യതയിൽ ഉണ്ടാവണോ? ഓക്കെ, എനിക്ക് ശൂന്യതയിൽ നിന്നുണ്ടാവണം. 21-ാം തീയതി രാവിലെ 10 മണിക്ക് എനിക്ക് ശൂന്യതയിൽ നിന്നും 15 ലക്ഷം രൂപ ഉണ്ടാവണം. ക്ലാരിറ്റി വരുത്തട്ടെ. ശൂന്യതയിൽ ആയിക്കോട്ടെ, ഐ എം അഗ്രീഡ്. ഉണ്ടോ? ക്ലാരിറ്റി ഇല്ല. മുത്തുരാജൻ പറഞ്ഞു ഉണ്ട്, എന്താണെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഉണ്ട്, ഒന്നുമില്ല, ഒരു ക്ലാരിറ്റി ഇല്ല ഉണ്ടിനകത്ത്. സ്മിത സന്ദേശ് പറയുന്നു, എനിക്ക് 1 crore രൂപ വേണം. എപ്പോ? അതറിയില്ല. എന്ന്? എനിക്ക് വേണം, അത്രേ ഉള്ളൂ. ഗണപതി കല്യാണത്തിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നാളെ 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 അല്ലേ? വേണം, എപ്പോഴും നാളെയും വേണം, മറ്റന്നാളും വേണം. അടുത്താണ്. ഞാൻ ഒരാളെ ഇങ്ങനെ എടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇന്നത്തെ ക്ലാസ് കുറച്ച് മാറ്റി പറയാൻ പോകും. ഗീതാ വിജയൻ പറഞ്ഞു ഫൈനാൻഷ്യൽ ഫ്രീഡം. അതെന്ത് സാധനം? ആർക്കാണുള്ളത്? ഇന്ത്യൻ പ്രസിഡന്റിനുണ്ടോ? പ്രഥമ പൗരനായ ഇന്ത്യൻ പ്രസിഡന്റ് ഫൈനാൻഷ്യൽ ഫ്രീഡം ഉണ്ടോ? ആർക്കാണ് ഫൈനാൻഷ്യൽ? എന്താണ് ഈ ഫൈനാൻഷ്യൽ ഫ്രീഡം? വാക്കുകൾ വെറുതെ കമ്മാനം ആടരുത്, വ്യക്തത വേണം. എന്താണ് എന്റെ ഫൈനാൻഷ്യൽ ഫ്രീഡം? അടുത്ത ആൾക്ക് നല്ലൊരിതാണ്, എനിക്ക് അയോധ്യ രാമക്ഷേത്രത്തിൽ പോകണം. പൊക്കോളൂ, ഇപ്പോഴും ഓപ്പൺ ആണ്. നാളെ ട്രെയിൻ കയറി പോവാം. നിങ്ങൾക്ക് എവിടെയാ തടസ്സം? എന്താ തടസ്സം? പൈസ ഇല്ലാത്തതാണോ? ഞാൻ തരാം. 2000 രൂപ, 4000 രൂപ, 5000 രൂപ വേണ്ടി വരും അല്ലേ ട്രെയിൻ കയറാൻ? പൊക്കോ, നാളെ പൊക്കോ, വിളിച്ചു തന്നെ. ആരാ? ഞാൻ കാശ് വെച്ച് തരാം. അയോധ്യ രാമക്ഷേത്രത്തിൽ പോകാം, പൊക്കോ.
ഒരു തടസ്സമില്ല. എപ്പോ പോകണം, എങ്ങനെ പോകണം, എന്തിനു പോകണം, ഇതൊക്കെ ഒരു ലക്ഷ്യമാണോ? ഇതൊക്കെ ജീവിതത്തിന് ഭാഗമായിരിക്കുന്ന കാര്യങ്ങളാണ്. ആ എനിക്ക് MDRT ആകണം ഈ ഡിസംബറിൽ. ഓക്കെ, നല്ലത്, അത് നല്ലത്, നടക്കട്ടെ. എന്റെ വീടിന്റെ പണി പൂർത്തിയാക്കണം. ഓക്കെ, അത് നല്ല കാര്യം. വീടിന്റെ പണി പൂർത്തിയാക്കണം. വീടിനെ പറ്റി കൃത്യമായ പ്ലാൻ ഉണ്ടാകുക, ഐഡിയ ഉണ്ടാകുക, പോവാം. എന്റെ ഫൈനാൻഷ്യൽ പ്രോബ്ലം മാറണം. മാറട്ടെ സിജി, മാറണം. ഫൈനാൻഷ്യൽ പ്രോബ്ലം മാറണം. ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണോ മാറേണ്ടത്? സാമ്പത്തിക അഭിവൃദ്ധിയാണോ വരേണ്ടത്? പഠിച്ച് പഠിച്ച് പിറകിലോട്ട് പോകണ്ടേ? നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ പ്രോബ്ലം ആണോ മാറേണ്ടത്? നിങ്ങൾ സാമ്പത്തിക അഭിവൃദ്ധിയാണോ ഉണ്ടാവേണ്ടത്? വീടും സ്ഥലവും വിൽക്കണം. ഇവിടെ ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടി നടക്കുമ്പോഴാണ് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റാത്തത്, അല്ലേ? വിൽക്കണം. എപ്പോ വിൽക്കണം? എത്ര രൂപക്ക് വിൽക്കണം? ക്ലാരിറ്റി വീണ്ടും ഇല്ല. എന്താണ് മാറേണ്ടത്? ഇവിടെ മാറ്റം എന്താണ്? എന്റെ ആഗ്രഹം മോന്റെ കല്യാണം നടക്കും. നല്ല കാര്യം, നടക്കട്ടെ. അത് സമയമൊക്കെ നമ്മൾ പറഞ്ഞതാണ് പത്മിനി. ഓക്കെ, ടൈപ്പ് ചെയ്യുമ്പോൾ ഇല്ലാന്നേ ഉള്ളൂ. അത് നടക്കും, നടക്കട്ടെ. എന്റെ സാമ്പത്തിക ബാധ്യത തീർക്കണം. യെസ്, തീർക്കണം. ഞാനത് വായിക്കാൻ നിന്നാലേ ശരിയാവില്ല. ഓക്കെ, താങ്ക് യു ആൾ വെരി മച്ച്. എല്ലാം നല്ല കമന്റുകളാണ്, നല്ല നല്ല കമന്റുകളാണ്. പക്ഷെ ഒരു കാര്യം ഞാനിവിടെ തീർത്ത് നിങ്ങളോട് പറയാം. ഈ കമന്റ് ചെയ്ത ഇത്രയും ആളോട് ഒറ്റ കാര്യം സന്തോഷപൂർവ്വം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇതിൽ ഒരാൾ പോലും എൻ്റെ ട്യൂൺ യുവർ മൈൻഡ് സെറ്റോ ജേണി ടു ഹാപ്പിനെസ്സോ സന്തോഷത്തിന്റെ താക്കോലുകളോ ക്ലാസ് പങ്കെടുത്ത ഒരാൾ പോലും ഈ കമന്റിൽ ഇല്ല എന്നത് എന്നെ സന്തോഷപ്പെടുത്തുന്നു. അതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം അത്രയെങ്കിലും എനിക്ക് മാറ്റാൻ പറ്റിയല്ലോ, അവരെങ്കിലും. ഇല്ല എന്ന് ഒന്നോ രണ്ടോ ആൾക്കാര്, യെസ്, അത് ഉള്ളവർക്ക് നല്ല ക്ലാരിറ്റിയോടെ എഴുതിയിട്ടുണ്ട്. ഡിസംബർ 26 മുമ്പായി എനിക്ക് കുടുംബ സ്വത്തിന്റെ രജിസ്ട്രേഷൻ നടക്കണം. കൃത്യമായിട്ട് എനിക്ക് ഈ മാസം എൻ്റെ മോളുടെ അടുത്തേക്ക് എത്തിച്ചേരണം. ഇതൊക്കെ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാരുടെ ക്ലാരിറ്റിയാണ്. കൃത്യമായിട്ടും. ചക്ര ഉണ്ടല്ലേ? ഓ, സമയം ലേറ്റ് ആയില്ലേ, കുറെ പോയി. ഇതാണ് ക്ലാസ്സിൽ പങ്കെടുത്തവരുടെ ചേഞ്ചസ്. ഇല്ലാത്തവർ ഇങ്ങനെ പറഞ്ഞു നടക്കും. പഠിപ്പിച്ചു കൊടുത്ത ആൾക്കാരുടെ കുറെ, നിന്റെ ക്ലാസ്സിൽ പങ്കെടുത്ത ആൾക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് തീർന്നു കിട്ടണം. വീണ്ടും ഞാൻ വായിക്കുന്നില്ല, ഒന്നും വായിക്കുന്നില്ല. നാളത്തെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ജൂനിയർ മൈൻഡ് സെറ്റ് ദയവ് ചെയ്ത് എവിടുന്നെങ്കിലും കാശ് ഉണ്ടാക്കിയിട്ട് ജൂനിയർ മൈൻഡ് സെറ്റ്, ജേണി ടു ഹാപ്പിനെസ്, കീ ടു ഹാപ്പിനെസ് പഠിക്കുക, മനസ്സിലാക്കുക, ജീവിതം മാറാനായിട്ട് ശ്രമിക്കുക. ദയവ് ചെയ്ത് റിക്വസ്റ്റ് ആണ്. ക്ലാസ്സിൽ കയറുന്നവരെ വളരെ കുറച്ച് മാത്രം. ക്ലാസ്സിൽ കയറുന്ന മറ്റൊരാളുടെ ആഗ്രഹം കറക്റ്റ് പറഞ്ഞത്, എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന ആള്. ഞാൻ ആഗ്രഹിച്ച കാര്യം, അത് പറയും, തൽക്കാലം പുറത്ത് പറയുന്നില്ല. ആഗ്രഹിച്ച കാര്യം ഡിസംബർ 30, 2025 മുമ്പായി നേടാൻ കഴിയും. വാക്കുകളുടെ ക്ലാരിറ്റി നോക്കൂ. ഞാൻ ആഗ്രഹിച്ച കാര്യം 2025 ഡിസംബർ 30 മുമ്പായി നേടാൻ കഴിയും. ഇതാണ് ക്ലാരിറ്റി. ഡെയിലി ക്ലാസ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുടെ ക്ലാരിറ്റിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ, ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുക. അങ്ങനെയെങ്കിലും ആൾക്കാരിൽ മാറ്റം ഉണ്ടാവട്ടെ. അപ്പൊ വീണ്ടും ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആളോട് പറയുക, അവരോട് പറയാനുള്ളത്, നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു കൊടുക്കൂ മറ്റുള്ളവർക്ക്. നിങ്ങൾ എല്ലാവർക്കും മാറ്റം ഉണ്ടാവണമെന്നാണ് അതിയായ ആഗ്രഹം എനിക്ക്. പക്ഷെ അതിന് നിങ്ങൾ തന്നെ തയ്യാറാവണം. സ്വയം മാറാത്ത, യെസ്, രജനിയൊക്കെ നല്ല മാറ്റമുണ്ടായ ആളാണ്, നല്ല ക്ലാസ്സിൽ വന്ന് മാറ്റം ഉണ്ടായ. സ്വയം മാറാത്തിടത്തോളം കാലം ഒരു മാറ്റവും സാധ്യമല്ല. പറയുന്ന വാക്കുകളും ചെയ്യുന്ന പ്രവൃത്തിയുമാണ് മാറേണ്ടത്. അപ്പോഴാണ് ലോകം മാറുക എന്ന് മാത്രം വെച്ച് തൽക്കാലം ഈ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഇനിയൊരു ദിവസം എടുക്കാം. നിങ്ങൾ എല്ലാവരും വീണ്ടും ഉണ്ടാവണം. അപ്പോൾ ക്ലാസ് ഞാൻ വീണ്ടും നിങ്ങളെ നിർബന്ധിച്ച് പറയുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. മാറ്റമുണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ജോയിൻ ചെയ്ത് പഠിക്കുക, മനസ്സിലാക്കുക, മാറുക. നന്ദി, നമസ്കാരം.